ഈ മീൻ ഏതാന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ താഴെ കമന്റ് ഇടണം. അല്ല അറിയില്ല, കുറച്ച് ഏതോ സ്ഥലത്ത് കയറിക്കണ് നോക്കുമ്പോഴാണ് മന്ത്രവാദത്തിന്റെ സ്ഥലം പ്രിപ്പയർ ചെയ്ത് വന്നതാണ് റസ്ല. നമ്മൾ പ്രതീക്ഷിക്കാതെ. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഡു സബ്സ്ക്രൈബ്, ഡു ഷെയർ ആൻഡ് ഡു സപ്പോർട്ട്. മോർണിംഗിൽ ഒരു 9-9:30 ആയ സമയത്ത് ഇറങ്ങി. നമ്മൾ ഒരു ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി റോഷൻ്റെ ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു. സോ വി വെൻറ്റ് ടു ദ സ്റ്റുഡിയോ. അവിടുന്ന് നേരെ ഇറങ്ങി നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. ചന്ദന, റസ്ല, അശ്വതി, ഇവർ കൂടെയാണ് നമ്മൾ ഇപ്രാവശ്യം കൊച്ചി ബിനാലെ പോകാമെന്ന് പ്ലാൻ ആക്കിയത്. പെട്ടെന്നുണ്ടായ ഒരു ഡിസിഷനായിരുന്നു. ആൻഡ് ഇവരാണ് നേരത്തെ വന്നതെന്ന് തോന്നും, പക്ഷെ നിങ്ങൾക്ക് തെറ്റി. ഇവരാണ് ഏറ്റവും ലേറ്റായത്. അങ്ങനെ ബസ് കയറിയപ്പോൾ സൈഡ് സീറ്റ് കിട്ടി. ഭയങ്കര വെയിലാണ് പുറത്ത്, അൺസൈക്കബിളായിരുന്നു. അങ്ങനെ ആലുവയിലെത്തി. നമ്മൾ ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ കട്ട് ഫ്രൂട്ട്സും പിന്നെ ഒരു ജ്യൂസും വിൽക്കുന്ന ഒരാളെ, മീൻസ് ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു. നമ്മൾ അവിടുന്ന് ഒരെണ്ണം വാങ്ങി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലതായിരുന്നു. അത്യാവശ്യം ഒരു 40-50 റേഞ്ചിലാണ് രണ്ടും വരുന്നത്. നമ്മൾ ഒരെണ്ണം വാങ്ങി എല്ലാവരും കൂടി ഷെയർ ചെയ്തു. അത്ര ദാഹം ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ആൻഡ് അങ്ങനെ നമ്മൾ മെട്രോക്ക് പോകാൻ വേണ്ടിയിട്ട്, ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പേടിച്ചോടുന്ന അശ്വതിയാണ്. മെട്രോ ട്രെയിന് കയറാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. അങ്ങനെ നമ്മളിപ്പോൾ എന്ത് കാണാൻ പോവാണ്? ഇപ്പം തന്നെ ഇതായില്ല, ഇന്നലെ പോയതിൻ്റെ ഉണ്ട്. നമുക്ക് ഉണ്ടാക്കുള്ളൂ, ഇവർക്കില്ല. ഞാൻ ഇന്നലെ പോയി തൈരൊക്കെ ഇട്ടു. ഭയങ്കര പോവാൻ വേണ്ടി കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത് വന്നതാണ് റസ്ല. ഇത്രയ്ക്ക് ഡെഡിക്കേഷൻ പഠിക്കണേലും കൂടി ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ മെട്രോ കയറാൻ പോവുകയാണ്. അശ്വതി ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡും ആണ്. അവൾ അതുകൊണ്ടാണ് എല്ലാം നോക്കി നിൽക്കുന്നത്. അവൾ സെക്കൻഡ് ടൈം അങ്ങനെ എന്തോ ആണ് കൊച്ചി വരുന്നത്. അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മളെ കൂടെ വരുമ്പോൾ. ഇത് റസ്ല. അറിയുന്നവർക്കറിയും, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കോയമ്പത്തൂരിലേക്ക് ട്രെയിൻ കയറിയത്. അങ്ങനെ മഹാരാജാസ് സ്റ്റേഷനിൽ എത്തി. നമ്മൾ അവിടുന്ന് ബോട്ട് ജെട്ടിയിൽ നമുക്ക് പോകാം, അതേപോലെ ഓട്ടോയിലും പോകാം. ബോട്ട് ജെട്ടിയാണ് കുറച്ചും കൂടി അഫോർഡബിൾ. പക്ഷെ നമുക്ക് ഫുഡ് എന്നുള്ള ഒരു മെയിൻ ഘടകം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഓട്ടോ ചൂസ് ചെയ്യാറില്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ ഓട്ടോയിൽ പോകാമെന്ന് തീരുമാനിച്ചു. ഓട്ടോയിൽ കയറിയപ്പോൾ എന്നെ എല്ലാവരും കൂടി ഒരു വ്ളോഗർ ഇൻഫ്ലുവൻസറൊക്കെ ആക്കി. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ ഓട്ടോക്കാർ നേരിടുന്ന ഒരു പ്രശ്നം നിങ്ങളൊന്ന് പറഞ്ഞ് അതൊരു പബ്ലിസിറ്റി കൊടുക്കും. ഞാൻ പറഞ്ഞു, അത്രയും വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കാറില്ല എൻ്റെ വ്ളോഗ്സിൽ. ഞാനൊരു ചെറിയ മീൻസ് എനിക്ക് വേണ്ടി സന്തോഷം തരുന്ന ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യാമെന്നുള്ളൂ എന്ന് പറഞ്ഞു. ആൻഡ് ഫൈനലി വി റീച്ച്ഡ് അറ്റ് ദ ഡെസ്റ്റിനേഷൻ പോയിൻ്റ്. അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും ഒരു കോംപ്രമൈസും ചെയ്യാറില്ല. കാർത്യാനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരുപാട് ആക്ടേഴ്സ്, ആക്ട്രസസ് എല്ലാം വന്ന് ഫുഡ് കഴിച്ച് നല്ല റിവ്യൂ പറഞ്ഞ് പോകുന്ന ഒരു സ്ഥലമാണ്. നല്ല തിരക്കായിരുന്നു അവിടെ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കിന്ന് ഫുഡ് കിട്ടൂല, ചിലപ്പം തീർന്നു പോകുന്നു. പക്ഷേ അങ്ങനൊരു സാഹചര്യം വന്നില്ല ഭാഗ്യത്തിന്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സ്ഥലത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. യു വിൽ നെവർ ബി ഡിസപ്പോയിൻറ്റഡ്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. പേരും കാര്യങ്ങളൊക്കെ അവിടെ ബുക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഇന്ന് എന്താ ഓർഡർ ചെയ്യാമെന്ന് പോയിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു മെനു പോലെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന ഒരു രംഗാണ് കാണുന്നത്. ഫൈനലി നമ്മൾ സെലക്ട് ചെയ്ത് ഡിസൈഡ് ചെയ്തു. നമ്മൾ ഓർഡറും കൊടുത്തു. സ്പെഷ്യൽ ടൈഗർ പ്രോൺസും സ്ക്വിഡ് കാന്താരിയാണ് ഓർഡർ ചെയ്തത്. വയറ് വാടക ഞാൻ 2 ദിവസത്തിനാണ് വയറുന്നുണ്ടാകുന്നത്. ഈ ബോർഡിലേക്ക് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയും നന്നായിട്ടൊരു ചോക്ലേറ്റ് ഇങ്ങനെ മീനിനൊക്കെ വരക്കാൻ പറ്റുമെന്ന്. ആ ഷെയ്ഡിങ്ങൊക്കെ കാണുമ്പോൾ ഞാൻ കുറേ നേരം അത് നോക്കി നിന്നു. നല്ലൊരു ഇൻറ്റീരിയറും പിന്നെ പീസ്ഫുൾ ആൻഡ് കാം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സ്ഥലം. ഫാമിലീനെ കൂട്ടി വന്ന് സമാധാനത്തോടെ ഇരുന്ന് ഊണ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണിത്. കാർത്യാനി സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. കൊച്ചിയിലുണ്ട്, നെടുമ്പാശ്ശേരിയിലുണ്ട്, ചേർത്തലയുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യം വന്ന് നോക്കുക, ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് അടിക്കില്ല. നമ്മളിവിടെ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത ടൈഗർ പ്രോൺസും സീ ഫുഡും. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു, എന്തായാലും ഇനി ഒരു പ്രാവശ്യം കൂടി നമ്മളിവിടെ വരും വേറെ ഡിഷസൊക്കെ ട്രൈ ചെയ്യാനും.
നമുക്ക് നല്ല ഫുഡ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് പറയില്ല, ശരിയാ. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് യെസ് ഇനി ഒരു പ്രാവശ്യമെങ്കിലും വരണം, നമ്മൾ എന്തായാലും വരണം. കാരണം ഇനിയിപ്പോൾ കൊച്ചി ബിനാലെ കാണാൻ പറ്റിയില്ല എന്നതിനും വേണ്ടിയില്ല, ഒരിക്കലും എന്താ പറയുക, ഈ ഫുഡ് നമുക്ക് മിസ്സായില്ലല്ലോ, ഒരു പ്രാവശ്യം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയല്ലോ എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ ഈ കാർത്യാനിക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ രീതിയിലൊന്നുമല്ല സംസാരിക്കുന്നത്, ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നതാണ്. അവരുടെ ഫേസൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാകും അവരെത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത്. ആൻഡ് റോഷനാണിത് സെലക്ട് ചെയ്ത് തന്നത് ഈ സ്പോട്ട്. പെട്ടെന്ന് വരണം, പെട്ടെന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നതാണ്. പക്ഷേ ഫുഡിന് മുന്നിൽ ഇരുന്നപ്പോൾ നമ്മൾ ടൈം പോയത് അറിഞ്ഞില്ല. കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, സമാധാനത്തിൽ ആസ്വദിച്ച് കഴിക്കുക എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും ഇരുന്ന്. ഫുഡ് കഴിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, എക്സ്ട്രാ എനർജി കിട്ടി. ഇനി പോവാൻ കുറച്ചും കൂടി ഉഷാറുണ്ടാകും. എല്ലാവരും എന്ന് നമുക്ക് കൊച്ചിയിൽ പിന്നാലെ കാണാൻ പോവാം, നമ്മൾ ഓക്കെയാണ്, ടയേർഡ് എല്ലാവരും. ആൻഡ് ബിൽ പേ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് കാത്യാനി ഫോർ ഷ്യോർ വിൽ കം അഗെയിൻ ടു ട്രൈ മോർ. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളും വരിക. ആൻഡ് നമ്മൾ വന്ന് ഓട്ടോയിൽ തന്നെ തിരിച്ചു പോയി. അയാൾ പറഞ്ഞു നിങ്ങൾ പോകുന്ന ക്യാഷ് തന്നാൽ മതി, ഞാൻ വന്നോളാം എന്ന്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി. പിന്നെ അയാൾ കുറേ കൊച്ചി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ എനിക്ക് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര നോയ്സ് ആയിരുന്നു, വണ്ടിയുടെ സൗണ്ട് തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും ക്ലിയർ ആവില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം, അയാളുടെ കുറേ കഥകളൊക്കെ കേൾക്കാം. ആൻഡ് അശ്വതി ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, അതാണ് ഈ കാണുന്നത് ഇവിടെ. ഇവിടെ ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മോഹൻലാലിൻ്റെ ഫിലിമൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തതെന്നാണ് ഈ ഓട്ടോ ചേട്ടൻ പറഞ്ഞത്. ഇതാണ് ബിനാലയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടർ പോയിൻ്റ്. അവിടെ പോയാൽ നമുക്ക് 100 rupees പെർ പേഴ്സൺ ഒരു ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും, അങ്ങോട്ട് പോവുക. ആൻഡ് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കണ്ണ് കാണാം. So nice. പാഷൻ ഫ്രൂട്ടൊക്കെ നോക്കിയിരിക്കുകയാണ് ഗൈസ്. ഇത് എന്ത് മീനാണ് ഗൈസ്? ഈ മീൻ കണ്ടുപിടിച്ച് പറയുന്നവർക്ക് 100 രൂപ പറഞ്ഞു. താഴെ കമന്റ് ഇടണം, ഈ മീൻ ഏതാന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ താഴെ കമന്റ് ഇടണം. പച്ചക്കറി തോട്ടമാണ് തോട്ടം. Wow, ഇത് രസം. ഇത് കൈമാറിയില്ലേ?
ഇതാണ് ഹയാലിൻ നമ്മൾ ഫസ്റ്റ് ഇയർ അനാട്ടമിയിൽ വരയ്ക്കില്ല. അതാണിത്. ഒരു എക്സിബിഷന് വന്നാല് മെഡിക്കലി ആണ് പറയാ ഹയാലിൻ കാട്ടി. ഇവര് വീട് കണ്ടോ പോയേക്കുന്ന കാണിച്ചേക്കുന്നേ. മൊത്തം കടലെടുത്തു. ഇത് മറ്റേ മാംഗ്രോവ് ഫോറസ്റ്റാ. വനം എന്ന് പറയാം. എന്ത് വനം? വനം എന്ത് വനം? എന്തൊരു വനം? എടുത്തു. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരാൾ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാളു ഗൈസ്, അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നല്ല രസമുണ്ടല്ലോ ഫോട്ടോ എടുക്കുന്നത്. ഇതിനോട് റിസംബ്ലൻസ് ഉള്ള ഒരു സാധനത്തിനെ കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾ നോക്കി ശരിക്കും കൊറേ കാണാനുണ്ടേ. വായനാശീലമില്ലാത്ത എന്നോടോ പാല. നല്ലൊരു ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. നിനക്ക് വീഡിയോയിൽ എന്ന് എന്നെ കണ്ടത് ഞാൻ എല്ലാം ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞത്. ഞാൻ മോഷ്ടിക്കാണ്. ഐ ഹാവ് കന്നഡ ഗിഫ്റ്റഡ് ബൈ സർ. ഇത് ഒരാൾ ഫോട്ടോ കന്നഡയാണ് ഗൈസ്. ഹൗ ഡു ഐ ലുക്ക്? ഇല്ല, അങ്ങനെയല്ല. ഈ ചെറിയ കുട്ടികളെ പുറത്തു കൊണ്ടുപോകില്ല, അത്ര പ്രശ്നമില്ല. ഒരു എക്സൈറ്റ്മെന്റ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നീ തന്നെയാണത് കുറുമ്പത്തി. ഇതൊക്കെ ആയിരിക്കും ഞാൻ ഇട്ടാ. ശരി.
കണ്ണു കാണുന്നില്ല. അതാ എനിക്ക് എങ്ങോട്ടാ നോക്കണ്ടെന്ന് അറിയാനിട്ടില്ല. നീ കാല് വെച്ച് പറഞ്ഞു കൂട്ടത്തില് ആരും. എല്ലാത്തിനും കുറച്ച് ആവേശം കൂടുതലായതുകൊണ്ട് ഏതോ സ്ഥലത്ത് കയറിക്കണ്. നോക്കുമ്പോഴാണ് മന്ത്രവാദത്തിന്റെ സ്ഥലമാണ്. അന്തരയ്ക്കും കയറണമെന്ന് ഭയങ്കര ആകാംക്ഷ. അത് കയറാൻ പോയി. ഇവിടെ പറയുന്നുണ്ടോ മന്ത്രവാദത്തിനെ കുറിച്ചിട്ടാണ്. എന്താ പറഞ്ഞത്? റസ്ല ഇന്ന് മുണുമുണാന്ന് തിന്ന സാധനമാണിത്. ഫോട്ടോ എടുത്താ നാർക്കോട്ടിക്സ് ഒരു ചെറിയ ബിസിനസ് അല്ല. അതെവിടെ? അശ്വതി ഇങ്ങോട്ടൊക്കെ. അശ്വതി രസൻട്രി. ഫോട്ടോ അല്ല, വീഡിയോ ആണ്. ശേഷിപ്പുകളാണ് എന്ന പരമ്പര അനാവരണം ചെയ്യുന്നത്. നൈസ് സാധനം. So migration as a subject and the first goals itself. There is something coming very personal to the stories of obviously your ancestors who you actually see the flow going into water. You see this as lake 1, you see this as lake 2. See the gallery. You have as an artist who uses the most contrary things from tints to peas. അവളെല്ലാരും താഴത്ത്. അവിടെ എവിടെ പോയി നല്ല രസം.
എല്ലാവർക്കും കൂടെ ഫോട്ടോ എടുക്കാം കാലം അടച്ചിട്ട്. നല്ല രസമുണ്ട്, കൊള്ളാം. ഭയങ്കര സെലിബ്രിറ്റി ജംഗ്ഷൻ കാണത്തില്ലായിരുന്നു, കടലിന്റെ കായൽ കാണിച്ചു തന്നായിരുന്നല്ലോ ചേട്ടാ. താങ്ക് യു. It's much more important because of the passion of the people, people's love. We could sustain and continue to work. I would like to say that with so we can thank you. It's amazing how artists, the difference in between other biennales and the Kochi Biennale, the difference is it is ideated by artists or curated by artists. Artists are the decision maker. So that is one of the it's not like another biennale. Most of the time it is initiated by city or country or something like that. So the artists play an important role here. Thank you. Thank you very much. Are there any more questions, or should we just any more questions, or we can just allow the conversation to spill unless there's someone there? So far, our relationship has been So nice place. negotiating, constantly asking. അല്ല, അതൊക്കെ എക്സിബിഷൻ പ്ലേസ് തന്നെ. റിട്ടേണിംഗ് ബാക്ക്. പോയി നോക്കിയിട്ട് വരണോ? നമ്മളിപ്പോ വളരെ കുറവാണ് സാധാ എടുക്കണേ. എല്ലാം ഉണ്ട്, കാണാനുണ്ട്, അതാണ് പ്രശ്നം. നമ്മളിപ്പോൾ ടൈം 5 സംതിങ്. വളരെ ബിനാലക്ക് തന്നെ ഒരു കുറേ സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. അതായത് അവർക്ക് തന്നെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ഓരോ സ്റ്റോളിലും പോകാൻ കുറച്ച് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റോളാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടത്തെ കാലത്ത് ആളുകൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ആൾക്കാർ എന്തു പറയും ആരോടും പറയല്ലേട്ടോ, സുഹറേരത്ത് മിണ്ടരുത്. നാട്ടുകാരൻ ഞങ്ങളോട് ചോദിക്കും. ഒരു സീരിയസ് ഒരു കാര്യം പറയും, നീ വെള്ളത്തിൽ പോകണ്ട, കണ്ണടകൾ വേണ്ട, കല്യാണം കഴിയില്ല. അധികം അഴിഞ്ഞാടണ്ട നീ. നീ വെള്ളത്തിൽ പോവണ്ട, കണ്ണടകൾ വേണ്ട, കല്യാണം കഴിയില്ല. അയ്യേ, അധികം അഴിഞ്ഞാടണ്ട നീ. ഇത് ആണുങ്ങളുടെ ജോലിയാണ്. വേഗം ഓടല്ലേ. നീ എഴുത്തൊരു നല്ല കുട്ടിയാണ്, എല്ലാരും നിങ്ങൾ നോക്കും. ചെറിയ ഇടം വിടരുത്. മുടി ചെമ്പിച്ചൊരു വേഷമാണ്. നീളമുള്ള ഉടുപ്പിട്ടാ മതി. മതി മതി മതി. പെൺകുട്ടികളായ നല്ല അടക്കവും ഒതുക്കവും വേണം. പെൺകുട്ടികൾ ഒറ്റയ്ക്ക് പുറത്ത് പോകരുത്. വെയിലത്ത് പോവണ്ട, ഇനിയും കറക്കും. വായ തുറന്ന് ചിരിക്കില്ലേ. പെൺപിള്ളേർ കുതിരപ്പുറത്തിരിക്കാൻ പാടില്ല. കാല് കൂട്ടി വെച്ച് നല്ല പെൺകുട്ടികളെ കാല് കൂട്ടി വെച്ച് നല്ല പെൺകുട്ടികളെ പോലെ ഇരിക്കണം. ഓ നൈസ്. ചുണ്ട് കടിക്കല്ലേ, ആൾക്കാർ എന്ത് വിചാരിക്കും. അതെ അതെ, നിന്റെ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. നാട്ടുകാർ ഞങ്ങളോട് ചോദിക്കും. ആരോട് പറയല്ല കേട്ടോ. ആൾക്കാരെന്ത് പറയും, ആൾക്കാരെന്ത് പറയുന്നുണ്ടോ, എന്ത് പറയും. എല്ലാത്തിനും കൂടെ പ്രതിമന മാതിരി നിൽക്കും. വീഡിയോണ് വീഡിയോണ്. ഇവിടെ എ സി ഉണ്ട്. അവിടെ വായിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ? വായിച്ചാൽ വളരും. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അതെ അതെ, മഞ്ഞ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ.
സോ ക്രിയേറ്റീവ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റോളായിട്ടുള്ള കൊച്ചി ബിനാലേൻ്റെ എൻട്രൻസിലേക്ക് കയറി. അപ്പോൾ കയറി ചെല്ലുന്നതോടെ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ എന്തോ ഒരു ബ്ലൂ കളറിൽ അവരൊരു കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള എന്തോ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആളുകളൊക്കെ കയറി നോക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു മിററുണ്ട്, ഓപ്പോസിറ്റിലൊരു മിററുണ്ട്, റിഫ്ലക്ഷനാണ്. കയറി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ റിവർ മിററിൽ കാണാൻ കഴിയുന്നുണ്ട് ബോട്ടും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ റിയൽ കോൺസെപ്റ്റ് എന്താണെന്ന് ഇത് ഉണ്ടാക്കിയ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ അവരെന്താ കൺവേ ചെയ്യാൻ വിചാരിച്ചത് എന്നുള്ളത്. നമുക്ക് ആ ഒരു പേപ്പർ വായിച്ച് അവിടെ ഒരു റൈറ്റിങ്സ് ഉണ്ടായിരുന്നു, അത് നോക്കിയിട്ട് കുറച്ച് മനസ്സിലായി, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഒരു ആർട്ടിസ്റ്റിക് മൈൻഡും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾക്ക് പറ്റിയ സ്പോട്ടാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്ത്, എല്ലാ സ്റ്റോളും നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, പക്ഷെ പറ്റണ അത്രയും ഒന്ന് കണ്ടുപോവുക. 2 days 3 days കാണാനുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ, കുറേ കാണാനുണ്ട് ഇവിടെ. പക്ഷെ നല്ല എന്താ പറയുക, എന്തായാലും വന്ന് നോക്കണം. മൺഡേ ഓൾറെഡി ടൈമിലാണ്. സോ നൈസ് പ്ലേസ്. ഈ ഒരു കോർണറിലെത്തിയപ്പോൾ ഇറ്റ് മെയ്ഡ് മൈ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പെയിൻറ്റിങ്സ്, അതുപോലെ അക്രിലിക്, ഓയിൽ പെയിൻറ്റിങ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ദാറ്റ് മേക്സ് മീ റിയലി ഹാപ്പി. എന്ത് അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തു വെച്ചതെന്നറിയോ. അതിന് എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട് ശരിക്കും. മീൻസ് അവരെന്തൊക്കെയോ കൺവേ ചെയ്യുന്നുണ്ട് ഈ ഒരു പെയിൻറ്റിങ്സിലൂടെ. പക്ഷെ ചെയ്തതാരോ ആവട്ടെ, ഇറ്റ് ഈസ് സോ നൈസ്. നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ ഒരു റൂമിൽ നടക്കുന്നത്. കാരണം എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഞാൻ കുറേ കണ്ടത്. എന്നെ ഭയങ്കരമായിട്ട് ഇത് ഹാപ്പി ആക്കിയിട്ടുണ്ട്. ഒരു ആർട്ട് കാണുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളത് കുറേ നേരം നോക്കി നിൽക്കും. ഞാനിത് ഷൂട്ട് ചെയ്തതിന് ശേഷവും ഞാൻ കുറേ നേരം ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറേ നേരം നോക്കി നിന്നു. സോ നൈസ്. അതിൻ്റെ പിന്നെ അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേര് ഗ്യാദർ ചെയ്തിട്ട് പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു, മലയാളീസ് ഉണ്ടായിരുന്നു. പാട്ട് പാടുന്നത് മലയാളികളാണ്. സോ നൈസ്. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ കേട്ടു. അങ്ങനെ സമയമായി തിരിച്ചു പോകാൻ. 6 o'clock 6:30 ടൈമായി. അപ്പോൾ തിരിച്ച് നമ്മൾ ബോട്ട് ജെട്ടിയിലാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ മഹാരാജാസ് ജംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ബോട്ട് ജെട്ടിയിൽ വരുന്നതാണ് കൂടുതൽ അഫോർഡബിളും പോയി വരാനും എളുപ്പം. മറ്റേത് ഓട്ടോ ആകുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവും ആണ്. ബോട്ട് ജെട്ടി പറയുമ്പോൾ 6 രൂപ കൊടുത്താൽ മതി ലോക്കലിൽ കയറാണെങ്കിൽ. നമുക്ക് മെട്രോ വേറെ സ്ഥലത്തായിരുന്നു, അപ്പോൾ ലോക്കലിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ് ബോട്ട് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ബോട്ട് വെയിറ്റ് ചെയ്യാണ്.
ബോട്ടിൽ കയറിയതും എല്ലാവരും ഓരോരോ വിൻഡോ സീറ്റ് പിടിച്ചു. അതാവുമ്പോൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇരുന്ന് ആസ്വദിച്ച് കാണാമല്ലോ. റസ്ല ഭയങ്കര സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബാക്ക് സീറ്റിൽ ജാക്കറ്റൊക്കെ എടുത്താണ് സീറ്റ് പിടിച്ചത്. വീണ് പോയാൽ ജാക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഗൈസ്, നമ്മളെ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു. മോസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കാണാൻ പറ്റി. നല്ല പാട്ട് കേൾക്കാൻ പറ്റി. പക്ഷേ എൻ്റെ ഫോണിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫോൺ ഓഫ് ആയിപ്പോയി. റൈസിൻ്റെ ഞാൻ എടുത്തു. പുറത്തോട്ട് വ്യൂ ഒക്കെ കാണാം. അങ്ങനെ നല്ലോണം എൻജോയ് ചെയ്തൊരു സൺഡേ ആയിരുന്നു. ഗുഡ് പ്ലേസ്, ഗുഡ് പീപ്പിൾ ആൻഡ് ഗുഡ് എക്സിബിഷൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം. എല്ലാം കൊണ്ടും നല്ല ദിവസമായിരുന്നു. ആൻഡ് വി ആർ റിട്ടേണിങ് ബാക്ക് ടു ഹോസ്റ്റൽ. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഒരു ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് മഹാരാജ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ കയറി. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? പിന്നെ നമ്മുടെ മാപ്പ് റസ്ലി ആയിരുന്നു. പക്ഷേ അവൾ വായ തുറന്നിട്ടില്ല. മാപ്പ് അവിടെ കയ്യിലാണിത്. എനിക്ക് പിന്നെ അറിയില്ല. ഈ പരിപാടി അറിയുള്ളൂ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഇഷ്ടമല്ല, നല്ല ഇഷ്ടമല്ല. ഗേൾസ് ഒരിക്കലും സേഫ് അല്ല. അതുകൊണ്ട് ഒരു പെപ്പർ സ്പ്രേ ഒക്കെ കൈവശം വെച്ചു. ആദ്യമായിട്ട് പെപ്പർ സ്പ്രേ കണ്ടതിൻ്റെ ആവേശത്തിലാണ് റസ്ല അതെടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നീറിയിട്ട് മാറി നിൽക്കുകയാണ്. ആൻഡ് നമ്മൾ പെരുമ്പാവൂർ സ്റ്റോപ്പിൽ കോതമംഗലത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇന്നത്തെ ദിവസം നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു എല്ലാവർക്കും. കാരണം ബസ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടെൻഷൻ അടിച്ചു. ആൻഡ് പക്ഷേ all together it was a good day. Thank you for watching my video. Do subscribe, do share, do support. Bye bye.